വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ എന്തിനാണ് അനാലിസിസ് ചെയ്യുന്നത്? ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ നിങ്ങളുടെ ലൈഫിലെ ഒരു കാര്യമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് മുമ്പായിട്ട് എന്തിനാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്? നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് വലിയ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാതിരിക്കാനും പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. എവിടെ നമ്മൾ ഹോൺ അടിക്കണം, എവിടെ ബ്രേക്ക് ചെയ്യണം, ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യുക, അതൊക്കെ എന്താണ് എപ്പോൾ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിക്കാണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ വലിയ ആക്സിഡൻറ്റ്സ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ആക്സിഡൻസിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ട്രേഡിംഗ് ലൈഫിലോട്ടൊന്ന് നിങ്ങൾ കൊണ്ടുവന്ന് നോക്കിക്കേ. നമ്മൾ അനാലിസിസ് ചെയ്യാണ്ട് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ എടുത്ത ചിലപ്പോൾ ഒരു നല്ല ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രേഡ് അങ്ങ് എടുക്കും. നല്ലൊരു റെഡ് ക്യാൻഡിൽ കണ്ട് ട്രേഡ് അങ്ങ് എടുക്കും. മാർക്കറ്റിൽ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എടുത്ത ട്രേഡ് തൊട്ട് നിങ്ങൾ വൈകുന്നേരം 3:30 വരെ ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാവും. അത്രയും ലോസ് നിങ്ങൾക്ക് വരും. ആ ലോസാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കാതെ ഓടിച്ചു കഴിഞ്ഞാലുള്ള ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രേഡ് എവിടെ കട്ട് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇടുന്ന വീഡിയോ ഉണ്ടല്ലോ, എന്തായാലും കാണാൻ നോക്കുക. കണ്ടു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ലോസ് വരും. ലോസ് നമ്മൾ എവിടെ കട്ട് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് തരുന്നത്. ഞാനിന്ന് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞു. ഞാൻ പ്രോഫിറ്റ് എപ്പോഴാണോ ബുക്ക് ചെയ്ത് ആ ടൈമിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തും തരുന്നുണ്ട്. ഓക്കെ, നിങ്ങളപ്പോൾ നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക, ഇടുന്ന വീഡിയോസ് കാണാൻ നോക്കുക. ഓക്കെ, നമുക്ക് എന്താണ് മാർക്കറ്റിലെ ഇപ്പോഴത്തെ ന്യൂസ് എന്ന് നോക്കാം. മെയിനായിട്ട് വരുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ളൊരു ന്യൂസാണ്. അമേരിക്ക ചൈനയിലോട്ട് പോകാനിരിക്കുകയാണ് ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് 14-ാം തീയതി. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇറാൻ പറയുന്നത് എന്താണ്? ഇറാൻ പറയുന്നത് ചൈനയിലേക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കോ പോയി അമേരിക്ക ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് പറയണ്ട, ഞങ്ങൾ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്, ഈ യുദ്ധത്തിൽ ഞങ്ങൾ കീഴടങ്ങിയിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. പിന്നെ ഇറാനിലെ നേതാക്കൾ കുറച്ച് കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ അമേരിക്ക ഞങ്ങളെ വീണ്ടും ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 90% യുറേനിയം വരെയും യൂസ് ചെയ്യുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻഡയറക്റ്റായിട്ട് എന്താണ് പറയുന്നത്? അവർ ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന ന്യൂസ്. ഓക്കെ, അപ്പം മാർക്കറ്റിൽ നല്ലൊരു അപ്സൈഡിന് ഒരു ചാൻസും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് എന്താണ് നാളത്തെ ഒരു ലെവലെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 23,300 ഈ ലെവലിലാണ് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ ഇവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും ഇതിൻ്റെ താഴെ. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,186 ആയിരിക്കും. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് കുറച്ച് നേരം കൺസോൾട്ടേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ടൈം വേസ്റ്റ് നടത്തിയതിന് ശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് താഴത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഒരു 23,100 ഇവിടെ ഞാൻ എൻ്റെ ഫുൾ ടാർഗറ്റ് ബുക്ക് ചെയ്യും. ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ഇവിടെ തന്നെ ബുക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഒരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലെവലിലോട്ട് ഒരു ട്രേഡ് എടുക്കും. ചിലപ്പോൾ 23,100 അതിലൊരു 23,60 ഈ റേഞ്ച് വരെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് തിരിച്ച് മേളിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. 23,060 അല്ലെങ്കിൽ 50 വന്നതിന് ശേഷം ഈ ലെവലിലോട്ട് മേളിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം മാർക്കറ്റിൽ നല്ലൊരു പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ഫോൾ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സപ്പോസ് അതെങ്ങനെയാണ്? ഒരു ബിഗ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയതിനു ശേഷം, അഥവാ സപ്പോസ് ഒരു 23,390 ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഈ ഒരു ക്ലോസിങ്ങിൻ്റെ താഴെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. ടാർഗറ്റ് 23 ഇവിടെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം പെട്ടെന്നൊരു ഡൗൺഫോൾ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ഞാൻ നാളെ എക്സ്പെക്ട് ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഒരു മൂവ്മെൻ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ടൈം വേസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഇത് ഫൈനൽ ടാർഗറ്റായിട്ട് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാം. മാർക്കറ്റിൽ എല്ലാ മൂവ്മെൻറ്റും ഒരിക്കലും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഒരു ബിഗ് മൂവ്മെൻറ്റ് നിങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു കുറച്ച് നേരം ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ പ്രീമിയം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാം. നാളെ അപ്സൈഡിലോട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, കാരണം നല്ല പോസിറ്റീവ് ന്യൂസ് ഒന്നുമില്ല. ഈ അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴാണ്? അത് ഈ രാത്രി ടൈമിലാണ്. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ന്യൂസ് ചേഞ്ചസ് ഒക്കെ വന്ന് ചിലപ്പോൾ ഒരു നല്ല പോസിറ്റീവ് ന്യൂസ് ഒന്ന് മാർക്കറ്റിൽ നല്ല ഗ്യാപ്പ് അപ്പ് അങ്ങനെ ഒരു മൂവ്മെൻ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് നല്ല ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രം. അതിന് മുമ്പായിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക,
കൺസിസ്റ്റൻസി ഇല്ല, ഇല്ലെങ്കിൽ ഇവൻ എന്താണ് പറയുന്നതെന്നൊരു തോന്നൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഇപ്പോൾ എന്താണെന്നറിയോ, മാർക്കറ്റിൽ മൊത്തം ന്യൂസ് ബേസ്ഡ് മാർക്കറ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ന്യൂസ്, ഇപ്പോൾ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പെട്ടെന്ന് കയറും. നമ്മൾ പക്ഷേ ഡൗൺ സൈഡിലോട്ടായിരിക്കും ട്രേഡ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ലെവൽ നിങ്ങൾ നോക്കി മനസ്സിലാക്കി ട്രേഡ് എടുക്കുക. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ നോക്കുക.